പാറേ, ആരും കഴിച്ചതിന്റെ ബാക്കിയൊന്നും വാങ്ങി കഴിക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ടോ? ആരും കഴിച്ചതിന്റെ ബാക്കി കഴിക്കത്തില്ല, കുടിച്ചതിന്റെ ബാക്കി കുടിക്കത്തില്ല, ചെരുപ്പിട്ട് നടക്കത്തില്ല. ഞാനൊക്കെ ഈ മലയ്ക്ക് പോകുന്ന കാലത്തുണ്ടല്ലോ, മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്തോട്ട് കയറത്തില്ല. പറമ്പിനകത്തൊരു കുടിലൊക്കെ കെട്ടി വെപ്പും കുടിയും കിടപ്പും എല്ലാം അവിടെ തന്നെയാണ്. മലയ്ക്ക് പോയി മാല ഊരിയതിന് ശേഷമേ പിന്നെ വീട്ടിനകത്തോട്ട് കയറത്തുള്ളൂ. പക്ഷെ വ്രതം എടുക്കും. ആ അമ്മ എന്നെ മാളികപ്പുറമൊന്നും ചേട്ടന്റെ സ്വാമിന്നൊക്കെ വിളിക്കുന്നത്. ആ അത് പറയണെങ്കിലേ കുഞ്ഞ് അയ്യപ്പന്റെ കഥ അറിയണം. അയ്യപ്പന്റെ കഥ കുഞ്ഞിനറിയോ? ഇല്ല. ആ പറയട്ടാ. പണ്ട് മഹിഷാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരൻ ഉണ്ടല്ലോ ദേവന്മാരെയൊക്കെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ദുർഗാദേവി ഈ മഹിഷാസുരനെ കൊന്നു കളഞ്ഞു. മഹിഷാസുരനെ കൊന്നപ്പോഴത്തേക്കും മഹിഷാസുരന്റെ അനുജത്തി ഉണ്ടായിരുന്നു. അപ്പൊ അനുജത്തിക്ക് ഇവരോടൊക്കെ പ്രതികാരം ചെയ്യാൻ തോന്നി. ആരോട്? ദേവന്മാരോട്. പക്ഷേ ഈ അനുജത്തിന്റെ അടുത്ത് ആർക്കും പോയി പെട്ടെന്ന് ഏറ്റുമുട്ടാൻ പറ്റില്ല. കാരണം ഈ മഹിഷിക്ക്, അതായത് മഹിഷാസുരന്റെ അനുജത്തിയായ മഹിഷിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? ശിവനും വിഷ്ണുവിനും ജനിക്കുന്ന പുത്രനും മാത്രമേ മഹിഷിയെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം ഭയങ്കര ശക്തിയില്ലേ മഹിഷിക്ക്. അപ്പോൾ ഇത് നമ്മളെ ദേവന്മാർക്കറിയാലോ. അപ്പോൾ വിഷ്ണു എന്ത് ചെയ്തു? പണ്ട് വിഷ്ണു ഇങ്ങനെ പാലാഴി കടഞ്ഞ് അമൃത് കിട്ടിയില്ലേ, അപ്പോൾ ഈ അമൃതും കൊണ്ട് ഈ രാക്ഷസന്മാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്ന് അമൃത് എടുക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മോഹിനി രൂപം ഒന്നും കൂടെ എടുത്തു. അപ്പോൾ ഈ മോഹിനി രൂപവും ശിവനും കൂടെ ചേർന്ന് ഒരു പുത്രനുണ്ടായി. ഈ പുത്രനെ ശിവഭക്തനായ പന്തള രാജാവിന് കിട്ടി. എങ്ങനെ കിട്ടി? കാട്ടിൽ നിന്ന് കിട്ടി. ആ അങ്ങനെ ആ കുഞ്ഞിനെ കാട്ടിൽ നിന്ന് കിട്ടുമ്പം ആ കുഞ്ഞിൻ്റെ കഴുത്തേൽ ഒരു മാലയും അതിലൊരു മണിയും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു സന്യാസി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ സന്യാസി ആ കുഞ്ഞിന് മണികണ്ഠൻ പേര് വിട്ടു. അത് ശരി. അപ്പൊ ഇത്രയും നേരം അയ്യപ്പൻ്റെ കഥയല്ലേ പറഞ്ഞത്? രാജാവിൻ്റെ കൈ കിട്ടുമ്പോൾ കഴുത്തി മണി ഉണ്ടായിരുന്നതുകൊണ്ട് മണികണ്ഠൻ എന്ന് പേരിട്ടു. വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും മകനായി ജനിച്ചതുകൊണ്ട് ഹരിഹരസൂദൻ എന്ന് വിളിച്ചു. കാട്ടി വസിച്ചതുകൊണ്ട് കാനനവാസനായി. പുലിപ്പുറത്ത് സഞ്ചരിച്ചതുകൊണ്ട് പുലിവാഹനനുമായി. അങ്ങനെ എന്തെല്ലാം പേരുകൾ അയ്യപ്പനുള്ളതെന്നറിയാവോ? പുലിപ്പുറത്ത് സഞ്ചരിച്ച അതേത് കഥ? അത് വേറൊരു കഥ. ഈ അയ്യപ്പനുണ്ടല്ലോ, അയ്യപ്പൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു വയറുവേന വന്നു. അപ്പോൾ വയറുവേന മാറണമെങ്കിൽ പുലിപ്പാൽ കുടിച്ചാൽ മാത്രമേ വയറുവേന മാറുള്ളൂ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? കൊട്ടാരത്തിലെ വൈദ്യൻ. അപ്പോൾ ഈ പുലിപ്പാൽ കുടിക്കണമെങ്കിൽ പുലി അവിടെ ഇല്ലല്ലോ, കാട്ടിൽ പോകണ്ടേ. അപ്പോൾ ആ അയ്യപ്പൻ പുലിയെ പിടിക്കാൻ വേണ്ടി കാട്ടിപ്പോയി. അങ്ങനെ പുലിയെ പിടിച്ചിട്ട് വന്ന് അമ്മയുടെ മുമ്പിൽ നിർത്തിട്ട് പറഞ്ഞു, എത്ര പാല് വേണമെങ്കിലും എടുത്തോ, അതേ പുലി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയും. പുലിയുടെ പുറത്തിരുന്നാ വന്നോ അയ്യപ്പൻ? കണ്ടിട്ടില്ലേ പടത്തിൽ പുലിയുടെ പുറത്ത് അയ്യപ്പൻ ഇങ്ങനെ ഇരുന്ന് വരുന്നത്? അതാണ് പുലിവാഹനായ അയ്യപ്പൻ. ആ അങ്ങനെ അയ്യപ്പൻ പുലിയെ പിടിക്കാൻ വേണ്ടി കാട്ടിൽ പോയി. കാട്ടിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് ഈ മഹിഷിയെ കാണുക അയ്യപ്പൻ. അഴുതാ നദി എന്ന് പറയുന്നൊരു നദിയുടെ കരയിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയത് എന്നൊരു കഥയുണ്ട്. ആ അങ്ങനെ ഇത് മറ്റേ നമ്മുടെ എരിമേലിയിലെ മലയുടെ സൈഡിലുള്ള നദിയല്ലേ? ആ അത് തന്നെ. ആ അതിനാണ് അഴുതമല എന്ന് പറയുന്നത്. ആ എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ മഹിഷിയും അയ്യപ്പനും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നു. യുദ്ധത്തിൽ മഹിഷിയെ അയ്യപ്പൻ കൊന്നുകളഞ്ഞു. യഥാർത്ഥത്തിൽ ഈ മഹിഷി എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? അതായത് പണ്ട് ലീല എന്നായിരുന്നു പേര്. ഈ ലീലയ്ക്ക് ശാപം കിട്ടിയിട്ടാണ് മഹിഷിയായി മാറിയത്. അപ്പം അയ്യപ്പൻ കൊന്നു കളഞ്ഞപ്പോഴത്തേക്കും ശാപമോക്ഷം കിട്ടിയല്ലോ, അപ്പോൾ വീണ്ടും ലീലയായി മാറി. അപ്പോൾ ലീല അയ്യപ്പനെ കണ്ടപ്പോൾ അയ്യപ്പനോട് പറഞ്ഞു, അങ്ങനെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം അയ്യപ്പൻ ബ്രഹ്മചാരിയല്ലേ, വിവാഹം കഴിക്കില്ലല്ലോ. അപ്പം അയ്യപ്പൻ പറഞ്ഞു, എന്നെ കാണാൻ കന്യയ്യപ്പന്മാർ വരാത്ത വർഷം നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാമെന്ന് ലീലയോട് പറഞ്ഞു. അതുവരെ മാളികപ്പുറത്തമ്മയായി അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് കഥ. അമ്മ മറ്റേ ഇതിൻ്റെ ഇടയ്ക്കുള്ള മറ്റേ പോഷൻ വിട്ടുപോയി. ഈ അയ്യപ്പൻ ഇവിടെ ചെല്ലണത്, ശബരിമല ചെല്ലണത്. ആ അതെന്താന്ന് വെച്ചാൽ ഈ അയ്യപ്പൻ്റെ അമ്മയ്ക്ക് പുലിപ്പാലിന് വേണ്ടിയിട്ടാണല്ലോ അയ്യപ്പൻ പുലിയെ പിടിക്കാൻ പോയത്. യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ അമ്മയ്ക്ക് വയറുവേദന ഉണ്ടായിരുന്നില്ല, കള്ളം പറഞ്ഞതായിരുന്നു. അയ്യപ്പൻ വരുന്നതിന് മുന്നേ ഇവർക്ക് കുട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അയ്യപ്പനെ കിട്ടിയതിന് ശേഷമാണ് ഇവർക്കൊരു പുത്രൻ ജനിക്കുന്നത്. അപ്പോൾ അയ്യപ്പനെ രാജാവാക്കുള്ളല്ലോ, അയ്യപ്പനല്ലേ മൂത്ത പുത്രൻ. അപ്പോൾ ഇത് രാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ രാജ്ഞി കള്ളവയറുവേന അഭിനയിച്ചതാണ്. അങ്ങനെ മന്ത്രിയും രാജ്ഞിയും പിന്നെ അവിടുത്തെ കൊട്ടാര വൈദ്യനും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു ഈ വയറുവേദനയും പുലിപ്പാലും എല്ലാം. ഓ ചീറ്റിങ്. പിന്നെ അവിടുത്തെ ആ രാജാവുണ്ടല്ലോ, അവിടെ അമ്പലം പണിതു, പിന്നെ 18-ാം പടി കെട്ടി, പിന്നെ അയ്യപ്പനെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാ വിശ്വാസങ്ങൾ.
അയ്യപ്പൻ ഇത്രയൊക്കെ കഥ ഉണ്ടായിരുന്നാ? പിന്നില്ലയോ? ഇതിപ്പോ ചുരുക്കി പറഞ്ഞതാ, ആ മൊത്തം പറയാനൊന്നും ഇപ്പോഴൊന്നും തീരില്ല. ആ എല്ലാവരും ഉണ്ടല്ലേ? ഞങ്ങളെ അയ്യപ്പന്റെ മാളികപ്പുറത്തിന്റെ കഥ കേൾക്കുമായിരുന്നു. ആണോ? ആര് പറഞ്ഞേ? അമ്മ. പക്ഷെ അവർക്കൂടെ പറ, ഞങ്ങൾ കൂടെ കേൾക്കട്ടെ. ആ ബാലുസ്വാമിക്ക് അയ്യപ്പൻ്റെ കഥയൊന്നും അറിയത്തില്ലേ? അറിഞ്ഞൂടാ കുട്ടസ്വാമി, അല്ല അറിഞ്ഞൂടാ, അറിയാം മാമാ. ഞാൻ പിന്നെ അവളെ ഡ്രസ് ചെയ്യണോ നോക്കല്ലേ. ഓ അതിരിക്കട്ടെ, ഈ മലയ്ക്ക് പോകുന്ന അതോ അതിനുവേണ്ടി തന്നെ ഞാൻ പോയത്. അപ്പം ആലോചിക്കണം, നല്ലൊരു ദിവസം നോക്കണം. നല്ല ദിവസം നോക്കി പോ. അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പുറത്തോട്ട് പോയത്. എന്നത്തേക്കിനാ പോന്നേന്ന് പറ. പറയാം മാമി, അത് ഞാൻ പറയാം. ആലോചിച്ച് പറയാമെന്നല്ലേ പറഞ്ഞു? ആ ആലോചിച്ച് നല്ല പറയാം. ദിവസം നോക്കിയിട്ട് ഉടൻ പോകും, എന്തായാലും ഉടൻ പോകും. ആ ഇവിടെ വലിയ തിരക്കില്ലാത്തവൻ പോയാൽ മതി. ആ തിരക്കില്ലാതെ മുമ്പോ പിന്നെ അതിടെ പോയി തള്ളണ്ട. അതെ.